ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റിലുള്ള ഒരു പോമാണ്. സോങ് ഓഫ് ദ ഫ്ലവർ എന്നാണ് ഈ ഒരു പോയത്തിൻ്റെ പേര്. നമുക്കറിയാം ഫ്ലവർ എന്ന് പറഞ്ഞാൽ പൂവാണ് അല്ലേ, പുഷ്പം. അപ്പം സോങ് ഓഫ് ദ ഫ്ലവർ എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ പാട്ട് എന്നുള്ളതാണ് ഈ ഒരു പോയത്തിൻ്റെ ടൈറ്റിൽ വരുന്നത്. പോം തുടങ്ങുന്നതിന് മുൻപായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഡസ് എ ഫ്ലവർ ഹാവ് എനി ഇമ്പോർട്ടൻസ് ഇൻ നേച്ചർ? ഒരു പൂവിന് ഈ ഒരു പ്രകൃതിയിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹാവ് യു എവർ തോട്ട് ഓഫ് ദിസ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇമാജിൻ വാട്ട് എ ഫ്ലവർ ക്യാൻ സ്പീക്ക് അബൌട്ട് ഇറ്റ് സെൽഫ് ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ബിക്കം എ പാർട്ട് ഓഫ് നേച്ചർ. അപ്പം നമ്മളോട് ഇമാജിൻ ചെയ്യാൻ പറയുകയാണ്, ഒരു ഫ്ലവറിന് അതിനെപ്പറ്റി തന്നെ എന്തൊക്കെയാണ് പറയാനുണ്ടാവുക, അതേപോലെ ഹൗ ഇറ്റ് ക്യാൻ ബിക്കം പാർട്ട് ഓഫ് നേച്ചർ, എങ്ങനെയാണ് ഇത് പ്രകൃതിയുടെ ഒരു ഭാഗമായി മാറുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ കവിതയിലേക്ക് വരാം. കവിതയിലെ സ്പീക്കർ എന്ന് പറയുന്നത് പൂവാണ്, ഫ്ലവറാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പേഴ്സോണിഫിക്കേഷൻ കാണാൻ കഴിയും. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ലിറ്റററി ഡിവൈസാണ്, അല്ലെങ്കിൽ ഒരു പോയറ്റിക് ഡിവൈസാണ്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ക്വാളിറ്റീസ്, അതായത് മനുഷ്യൻ്റെ ഗുണഗണങ്ങളെല്ലാം ഇനാനിമേറ്റ് ആയിട്ടുള്ള ജീവനില്ലാത്ത വസ്തുക്കളിലോ അല്ലെങ്കിൽ ആനിമൽസിലോ ഒക്കെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പൂവ് തന്നെയാണ് തൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ പൂവിന് മനുഷ്യൻ്റെ ഗുണഗണങ്ങളെല്ലാം ചിന്തിക്കാനുള്ള കഴിവും സംസാരിക്കാനുള്ള കഴിവും ഒക്കെ കൊടുത്താണ് ഈ ഒരു കവിത രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പേഴ്സോണിഫിക്കേഷൻ നമുക്ക് തീർച്ചയായും കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ലൈൻസ് നോക്കാം. ഐ എം എ കൈൻഡ് വേർഡ് uttered and repeated by the voice of nature. I am a star fallen from the blue tent upon the green carpet. അപ്പോൾ എന്താ പറയുന്നത്? ഐ എം എ കൈൻഡ് വേർഡ്, ഞാനൊരു കൈൻഡ് വേർഡാണ്, അതായത് ദയയുടെ പ്രതീകമായ ഒരു പദമാണ്. അട്ടേർഡ് ആൻഡ് റിപ്പീറ്റഡ്, അട്ടേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചരിച്ച, റിപ്പീറ്റഡ് മീൻസ് ആവർത്തിച്ച. ബൈ ദ വോയിസ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ ശബ്ദം. വോയിസ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ശബ്ദം. പ്രകൃതിയുടെ ശബ്ദത്തിൽ ആവർത്തിച്ചുച്ചരിച്ച ദയയുടെ പ്രതീകമായ ഒരു പദമാണ് ഞാൻ. ആരാണ് പറയുന്നത്? ഫ്ലവറാണ് പറയുന്നത്. ഓക്കെ, I am a star fallen from the blue tent upon the green carpet. എന്താ പറയുന്നത്? ഞാനൊരു സ്റ്റാറാണ്, നക്ഷത്രമാണ്. fallen from the blue tent. ബ്ലൂ ടെൻറ്റ് എന്ന് പറയുന്നത് നീലാകാശം, നീല കൂടാരം, നമ്മൾക്ക് മുകളിൽ വലിച്ചു കെട്ടിയ ഒരു നീല കൂടാരം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ആകാശത്തിനെയാണ് അല്ലേ, നീലാകാശത്തിനെയാണ്. അപ്പം ഞാനൊരു സ്റ്റാറാണ്, fallen from the blue tent, നീല ആകാശത്തിൽ നിന്ന് താഴേക്ക് പതിച്ച ഒരു സ്റ്റാറാണ്. എങ്ങോട്ടാണ് പതിച്ചത്? അപ്പോൺ ദ ഗ്രീൻ കാർപ്പറ്റ്. ഗ്രീൻ കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ പച്ചപ്പരവതാനി അല്ലേ. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏർത്തിനെയാണ്, ഭൂമിയെയാണ്. ഇവിടെ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഭൂമിയിലെ പുൽമേടുകളും പുൽത്തകിടികളുമൊക്കെ പച്ചപ്പരവതാനി വിരിച്ചതുപോലെയാണ് കാണപ്പെടുക. അപ്പോൾ ഈ പച്ചപ്പരവതാനി വിരിച്ചതുപോലെയുള്ള പുൽമേടുകളിലാണ് നമ്മൾ വ്യത്യസ്തമായ കളറുകളിലുള്ള പൂക്കളെ കാണുക അല്ലേ. ആകാശത്ത് നക്ഷത്രങ്ങൾ എത്രമാത്രം ഭംഗിയായി നമ്മൾ കാണുന്നുവോ അത്രമാത്രം ഭംഗിയായി തന്നെ ഭൂമിയിൽ നമ്മൾ പൂക്കളെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ആകാശത്ത് നിന്ന് താഴേക്ക് പതിച്ച നക്ഷത്രമാണ് ഞാൻ എന്നാണ് ഇവിടെ സ്പീക്കറായിട്ടുള്ള ഫ്ലവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ 2 ലൈൻസ് ഉണ്ടല്ലോ, അതിൽ വോയിസ് ഓഫ് നേച്ചർ എന്ന് പറയുന്നുണ്ട്, പ്രകൃതിയുടെ ശബ്ദം അല്ലേ. അപ്പോൾ അതിൽ മനുഷ്യൻ്റെ ഗുണമായിട്ടുള്ള സംസാരശേഷി കൊടുക്കുകയാണ് നേച്ചറിന്. അപ്പോൾ അവിടെയും പേഴ്സോണിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇനി വരുന്ന 4 വരികളിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പൂവിൻ്റെ ജനനം അല്ലെങ്കിൽ ഗർഭധാരണം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഐ എം ദ ഡോട്ടർ ഓഫ് ദ എലിമെൻറ്റ്സ്. എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി ശക്തികൾ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾ എന്ന് പറയാം. ഞാൻ പഞ്ചഭൂതങ്ങളുടെ അല്ലെങ്കിൽ പ്രകൃതി ശക്തിയുടെ പുത്രിയാണ്, മകളാണ്. വിത്ത് ഹൂം വിൻ്റർ കൺസീവ്ഡ്, എന്നെ ഗർഭം ധരിച്ചത് വിൻ്ററാണ്. വിൻ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞുകാലം അല്ലേ. അപ്പോൾ വിൻ്റർ എലിമെൻസുമായി ചേർന്ന് എന്നെ ഗർഭം ധരിച്ചു. എന്നിട്ടോ ടു ഹൂം സ്പ്രിംഗ് ഗേവ് ബർത്ത്, ആരാണ് എനിക്ക് ജന്മം നൽകിയത്? സ്പ്രിംഗ് ആണ്, വസന്തകാലമാണ് എനിക്ക് ജന്മം നൽകിയത്. നമുക്കറിയാം പൂക്കളൊക്കെ ഉണ്ടാവുക വസന്തകാലത്താണ് അല്ലേ. I was reared in the lap of summer.
എന്നെ താലോലിച്ചത്, മടിയിൽ വെച്ചത്. ലാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടിത്തട്ട്. അപ്പം എന്നെ മടിത്തട്ടിൽ വെച്ച് വളർത്തിയത് ആരാണ്? സമ്മറാണ്, വേനൽക്കാലമാണ്. ആൻഡ് ഐ സ്ലെപ്റ്റ് ഇൻ ദ ബെഡ് ഓഫ് ഓട്ടം. ഓട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരത്കാലം എന്നുള്ളതാണ്. ഇവിടെ ഓട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാർദ്ധക്യം കൂടിയാണ്, അല്ലെങ്കിൽ മരണം കൂടെയാണ്. ഐ സ്ലെപ്റ്റ് ഇൻ ദ ബെഡ് ഓഫ് ഓട്ടം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പൂക്കളൊക്കെ പൊഴിയുന്ന അല്ലെങ്കിൽ ഇലകളൊക്കെ പൊഴിയുന്ന കാലമാണ് ഓട്ടം എന്ന് പറയുന്നത്. സോ അത് ഈ ഒരു ഫ്ലവറിൻ്റെ എന്താണ് വാർദ്ധക്യകാലം അല്ലെങ്കിൽ മരണമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ എലിമെൻസിൻ്റെ പുത്രിയാണ്. വിൻ്റർ എലിമെൻസുമായി ചേർന്ന്, പ്രകൃതിശക്തിയുമായി അല്ലെ പഞ്ചഭൂതങ്ങളുമായി ചേർന്ന് എന്നെ ഗർഭം ധരിക്കുകയും സ്പ്രിങ് എനിക്ക് ജന്മം നൽകുകയും ചെയ്തു. മാത്രമല്ല, ഞാൻ ആരുടെ മടിത്തട്ടിലാണ് വളർന്നത്? സമ്മറിൻ്റെ മടിത്തട്ടിലാണ്. ഞാൻ ആരുടെ മെത്തയിലാണ് ഉറങ്ങിയത്? ഓട്ടത്തിൻ്റെ മെത്തയിൽ അല്ലെങ്കിൽ ശരത്കാലത്തിൻ്റെ മെത്തയിലാണ് ഞാൻ ഉറങ്ങിയത് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം ഇനി. At dawn, I unite with the breeze to announce the coming of light. At eventide, I join the birds in bidding the light farewell. എന്താ പറയുന്നത്? At dawn. dawn എന്ന് പറഞ്ഞാൽ പ്രഭാതം, ഡസ്ക് എന്ന് പറഞ്ഞാൽ പ്രദോഷം. അപ്പോൾ ഇവിടെ dawn, പ്രഭാതത്തിൽ. At dawn, I unite with the breeze. ഞാൻ ആരോടൊപ്പം ചേരുന്നു? ബ്രീസ്. ബ്രീസ് എന്ന് പറഞ്ഞാൽ രാവിലെ ഉണ്ടാവില്ലേ ഒരു ഇളം കാറ്റ്, ആ ഒരു ഇളം കാറ്റിനോടൊപ്പം ഞാൻ ചേരുന്നു. എപ്പോൾ? പ്രഭാതത്തിൽ. എന്തിനു വേണ്ടിയാണ്? ടു അനൗൺസ് ദ കമ്മിങ് ഓഫ് ലൈറ്റ്. എന്ത് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ലൈറ്റ് വരുന്നു, അതായത് സൂര്യൻ ഉദിക്കുന്നു എന്നുള്ള കാര്യം അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രഭാതത്തിൽ ആരോടൊപ്പം ചേരുന്നു? ഇളം കാറ്റിനോടൊപ്പം ചേരുന്നു എന്നാണ് ഇവിടെ സ്പീക്കറായ ഫ്ലവർ പറയുന്നത്. അറ്റ് ഈവൻടൈഡ് ഐ ജോയിൻ ദ ബേർഡ്സ്. ഈവനിങ് സമയമാകുമ്പോൾ, അതായത് വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ആരോടൊപ്പം ചേരും? ബേർഡ്സിനോടൊപ്പം ചേരും. നമുക്കറിയാം വൈകുന്നേരങ്ങളിലൊക്കെ പുറത്തിറങ്ങി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷികളൊക്കെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി അവർ തിരിച്ച് അവരുടെ കൂട്ടിലേക്ക് പോകുന്നുണ്ടാവും. അപ്പം വൈകുന്നേരം ഞാൻ ആരോടൊപ്പമാണ് ചേരുന്നത്? ബേർഡ്സിനോടൊപ്പം ചേരുന്നു. എന്നിട്ടോ ഇൻ ബിഡിങ് ദ ലൈറ്റ് ഫെയർവെൽ. എന്നിട്ട് ലൈറ്റിന് ഫെയർവെൽ നൽകുകയാണ്. അതായത് ഫെയർവെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്രയയപ്പ് അല്ലേ? അപ്പം ലൈറ്റിന് യാത്രയയപ്പ് നൽകുന്നു എന്ന് പറയുമ്പം അസ്തമയമാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പകല് തീരുകയാണ്, എന്നിട്ട് രാത്രി തുടങ്ങുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ലൈറ്റിന് ഫെയർവെൽ കൊടുക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് പേജ് നോക്കാം. ദ പ്ലെയിൻസ് ആർ ഡെക്കറേറ്റഡ് വിത്ത് മൈ ബ്യൂട്ടിഫുൾ കളേഴ്സ് ആൻഡ് ദ എയർ ഇസ് സെൻറ്റർഡ് വിത്ത് മൈ ഫ്രേഗ്രൻസ്. എന്താ പറയുന്നത്? ദ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഉദ്ദേശിക്കുന്ന താഴ്വരകളൊക്കെയാണ് കേട്ടോ. ഈ താഴ്വരകളൊക്കെ ഡെക്കറേറ്റഡ് വിത്ത് മൈ ബ്യൂട്ടിഫുൾ കളേഴ്സ്, അതായത് പൂക്കൾ വ്യത്യസ്ത കളറിലുണ്ടാവും അല്ലേ? പലതരം കളറുകളിൽ പൂക്കളുണ്ടാവും. അപ്പം എൻ്റെ വ്യത്യസ്തമായ കളറുകളിൽ, അതായത് എന്നെക്കൊണ്ട് തന്നെ താഴ്വരകളൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. നിറയെ പൂക്കളുണ്ടാവും അല്ലേ താഴ്വരകളിൽ? അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്നെക്കൊണ്ട്, അതായത് പൂക്കളാൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന താഴ്വരകൾ കാണാം. ആൻഡ് ദ എയർ ഈസ് സെൻറ്റർഡ് വിത്ത് മൈ ഫ്രാഗ്രൻസ്. അതായത് എയർ, വായു അല്ലെങ്കിൽ എന്താണ് ആ ഒരു അന്തരീക്ഷം എൻ്റെ ഫ്രാഗ്രൻസ്, എൻ്റെ സുഗന്ധം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് എന്നാണ് പറയുന്നത്. As I embrace slumber, the eyes of night watch over me, and as I awaken, I stare at the sun, which is the only eye of the day. എന്താ പറയുന്നത്? ആസ് ഐ എംബ്രേസ് സ്ലംബർ. സ്ലംബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മയക്കം, ഉറക്കം എന്നുള്ളതാണ്. ഞാൻ ഉറക്കത്തെ അല്ലെങ്കിൽ നിദ്രയെ എംബ്രേസ് ചെയ്യുമ്പോൾ, എംബ്രേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കെട്ടിപ്പിടിക്കുക അല്ലേ, അല്ലെങ്കിൽ പുണരുക. ഞാൻ ഉറങ്ങുന്ന സമയത്ത് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ ഐ ഓഫ് നൈറ്റ് വാച്ച് ഓവർ മീ. ഐ ഓഫ് നൈറ്റ് എന്താണ്? നക്ഷത്രങ്ങളാണ് അല്ലേ? രാത്രിയിൽ നക്ഷത്രങ്ങളാണ് എവിടെ ഉണ്ടാവുക? മാനത്തുണ്ടാവുക. അപ്പം ഐസ് ഓഫ് നൈറ്റ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നക്ഷത്രങ്ങളെയാണ്. വാച്ച് ഓവർ മീ, എന്നെ നോക്കിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ എനിക്ക് കാവലിരിക്കും ഈ ഒരു നക്ഷത്രങ്ങൾ എന്നാണ് പറയുന്നത്. ആൻഡ് ആസ് ഐ അവേക്കൺ ഐ സ്റ്റെയർ അറ്റ് ദ സൺ. അതായത് രാവിലെ ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് ഐ സ്റ്റെയർ അറ്റ് ദ സൺ, ഞാൻ സണ്ണിനെ തുറിച്ച് നോക്കും. അതായത് വിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് സണ്ണിനെ നോക്കിയിട്ടാണ് പൂക്കൾ ഉണ്ടാവുക അല്ലേ? അപ്പം ഞാൻ സണ്ണിനെ നോക്കി അങ്ങനെ നിൽക്കും. വിച്ച് ഈസ് ദ ഓൺലി ഐ ഓഫ് ദ ഡേ. പകൽ സമയത്ത് ആകെ ഉണ്ടാവുന്ന ഒരു നക്ഷത്രം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റാർ എന്ന് പറയുന്നത് ഏതാണ്? സണ്ണ് മാത്രമാണ് അല്ലേ? സണ്ണിനെ മാത്രമേ നമുക്ക് പകൽ സമയത്ത് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പകൽ സമയത്ത് ഉണ്ടാകുന്ന ആകെ ഒരു വെട്ടം, വെളിച്ചം എന്ന് പറയുന്നത് സണ്ണ് മാത്രമാണ്. അപ്പം അതാണ്
പകലിൻ്റെ കണ്ണ് എന്ന് പറയുന്നത് എന്താണ്? സൂര്യനാണ്. ആ സൂര്യനെ ഞാൻ പകൽ സമയത്ത് അങ്ങനെ നോക്കി നിൽക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. I drink dew for wine and hearken to the voice of the birds and dance to the rhythmic swaying of the grass. എന്താ പറയുന്നത്? I drink dew for wine. ഞാൻ എന്തിൻ്റെ വൈനാണ് കുടിക്കുന്നത്? ഡ്യൂ, മഞ്ഞുതുള്ളിയുടെ വൈനാണ് ഞാൻ കുടിക്കുന്നത്. ആൻഡ് ഹാർക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക അല്ലെങ്കിൽ കാതോർക്കുക. ആരുടെ ശബ്ദത്തിനെയാണ് ഞാൻ കാതോർക്കുന്നത്? ഹാർക്കൺ ടു ദ വോയിസ് ഓഫ് ദ ബേർഡ്സ്, കിളികളുടെ അല്ലെങ്കിൽ പക്ഷികളുടെ വോയിസിന് വേണ്ടി അല്ലെങ്കിൽ ശബ്ദത്തിന് വേണ്ടി ഞാൻ കാതോർത്തിരിക്കുന്നു. ആൻഡ് ഡാൻസ് ടു ദ റിതമിക് സ്വേയിങ് ഓഫ് ദ ഗ്രാസ്. സ്വേയിങ് ഓഫ് ദ ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുല്ലിങ്ങനെ കാറ്റത്തിങ്ങനെ ആടില്ലേ, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഡാൻസ് ടു ദ റിതമിക് സ്വേയിങ് ഓഫ് ദ ഗ്രാസ്. അപ്പം പുല്ലൊക്കെ ഇങ്ങനെ ഒരു താളത്തിൽ ആ കാറ്റിൻ്റെ കൂടെ ഇങ്ങനെ ആടുന്ന കൂട്ടത്തിൽ ഞാനും ഇങ്ങനെ അവരുടെ കൂട്ടത്തിൽ ഡാൻസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ. I am the lover's gift, I am the wedding wreath, I am the memory of a moment of happiness. എന്താ പറയുന്നത്? ഞാൻ ലവേഴ്സിൻ്റെ ഗിഫ്റ്റാണ്, അല്ലെങ്കിൽ എന്താണ്, ഒരു കാമുകൻ കാമുകിക്ക് പ്രണയോപഹാരമായിട്ട് കൊടുക്കും അല്ലേ, പൂക്കൾ കൊടുക്കും. പ്രത്യേകിച്ചും റോസ് പൂവാണ് അവർ കൊടുക്കുക അല്ലേ. അപ്പോൾ ഞാൻ എന്താണ്? പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ ലവേഴ്സിൻ്റെ ഗിഫ്റ്റാണ്. അതേപോലെ ഐ ആം ദ വെഡിങ് റത്ത്. വെഡിങ് റത്ത് എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പൂമാലയുണ്ടല്ലോ, അതിനെയാണ് വെഡിങ് റത്ത് എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിവാഹത്തിൻ്റെ പൂമാലയാണ്. പിന്നെ എന്താണ്? ഐ എം ദ മെമ്മറി ഓഫ് എ മൊമെൻ്റ് ഓഫ് ഹാപ്പിനെസ്. അപ്പം ഞാൻ ഒരു നിമിഷത്തെ ഹാപ്പിനെസ്സിൻ്റെ ഓർമ്മയാണ്, ഓർമ്മ കൂടിയാണ് ഞാൻ എന്നാണ് പറയുന്നത്. ഒരു നിമിഷത്തേക്കുള്ള ഹാപ്പിനെസ്, അതായത് ഇപ്പോൾ ഒരു ലവർ അല്ലെ ഒരു കാമുകൻ ഒരു കാമുകിക്ക് ഒരു പൂവ് കൊടുക്കുമ്പോൾ അത് ഒരു നിമിഷത്തേക്ക് അവരുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാക്കും അല്ലേ, ഒരു മൊമെൻ്റ് ഓഫ് ഹാപ്പിനെസ് ഉണ്ടാവും. അതേപോലെ വെഡ്ഡിങ് സമയത്ത് പരസ്പരം ആ ഒരു പൂക്കളുടെ മാല, പൂക്കളുള്ള മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്ന സമയത്തും എന്തുണ്ടാവും? ഹാപ്പിനെസ് ഉണ്ടാവും അല്ലേ. ഐ എം ദ ലാസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ദ ലിവിങ് ടു ദ ഡെഡ്. അതായത് ഞാൻ അവസാനത്തെ ഒരു സമ്മാനം കൂടിയാണ്, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് കൊടുക്കുന്ന ഒരു സമ്മാനം കൂടിയാണ്. മരിച്ചവർക്ക് നമ്മൾ പൂവ് കൊണ്ടുപോയി വെക്കും അല്ലേ, അപ്പം അവരുടെ കുഴിമാടത്തിലൊക്കെ പൂക്കൾ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യില്ലേ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. എന്താണ്? ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് കൊടുക്കുന്ന ഒരു അവസാന സമ്മാനം കൂടിയാണ് ഞാൻ. ഐ ആം എ പാർട്ട് ഓഫ് ജോയ് ആൻഡ് എ പാർട്ട് ഓഫ് സോറോ. അപ്പോൾ ഞാൻ എന്താണ്? ഒരു സന്തോഷത്തിൻ്റെ ഭാഗവുമാണ്, അതേപോലെ എന്താണ്? ഒരു സങ്കടത്തിൻ്റെ, സോറോയുടെ ഭാഗം കൂടിയാണ് അല്ലേ. സന്തോഷം എന്ന് പറയുമ്പം ലവേഴ്സ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അതെന്താണ്? സന്തോഷമാണ്. വെഡ്ഡിങ് റത്ത് എന്ന് പറയുമ്പോൾ സന്തോഷത്തിൻ്റെ ഒരു മൊമെൻറ്റ്സ് ആണുള്ളത്. പക്ഷേ മരിച്ചു കഴിഞ്ഞ് വെക്കുന്നത് സോറോ ആണല്ലേ, സങ്കടമാണ്, സങ്കടത്തിൻ്റെ ഗിഫ്റ്റുമാണ്. അപ്പം ഞാൻ സന്തോഷത്തിലും ഞാനുണ്ട്, സങ്കടത്തിലും ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. ബട്ട് ഐ ലുക്ക് അപ്പ് ഹൈ ടു സീ ഓൺലി ദ ലൈറ്റ് ആൻഡ് നെവർ ലുക്ക് ഡൗൺ ടു സീ മൈ ഷാഡോ. ദിസ് ഈസ് വിസ്ഡം വിച്ച് മാൻ മസ്റ്റ് ലേൺ. എന്താ പറയുന്നത്? പക്ഷേ ഐ ലുക്ക് അപ്പ് ഹൈ, ഞാൻ എപ്പോഴും എങ്ങോട്ടാണ്? ഉയരങ്ങളിലേക്കാണ് നോക്കുന്നത്. ടു സീ ഓൺലി ദ ലൈറ്റ്, മുകളിലുള്ള പ്രകാശം, ലൈറ്റ് അല്ലേ, ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഉയരങ്ങളിലേക്കാണ് നോക്കുന്നത്. ഒരിക്കലും ഞാൻ താഴേക്ക് നോക്കാറില്ല. ഞാൻ സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഭാഗമാണെന്ന് പറഞ്ഞു. പക്ഷേ എന്താണ്? ഞാൻ എപ്പോഴും മുൻപോട്ട് ഉയരങ്ങളിലേക്കാണ് നോക്കുന്നത്, പ്രകാശത്തിൻ്റെ നേരെയാണ് നോക്കുന്നത്. ആൻഡ് നെവർ ലുക്ക് ഡൗൺ ടു സീ മൈ ഷാഡോ. ഞാൻ ഒരിക്കലും എൻ്റെ ഷാഡോ, അതായത് നിഴൽ കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. ഒരിക്കലും ഞാൻ നോക്കില്ല താഴോട്ട് ഷാഡോ കാണാൻ വേണ്ടി. ഞാൻ എപ്പോഴും മുന്നോട്ട് ഉയരങ്ങളിലേക്ക് ഉയർന്നു ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പൂക്കളെന്ന് പറയുന്നത്. ദിസ് ഈസ് വിസ്ഡം വിച്ച് മാൻ മസ്റ്റ് ലേൺ. അപ്പം ഈ ഒരു അറിവാണ് മനുഷ്യർ നേടിയെടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഒരിക്കലും നമ്മളുടെ ഇല്ലായ്മയെക്കുറിച്ചോ നമുക്ക് നേടാൻ പറ്റാത്തതിനെക്കുറിച്ചോ ഒന്നും ചിന്തിച്ച് ദുഃഖിച്ചിരിക്കുകയല്ല വേണ്ടത്. നമുക്കത് നേടാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കഴിയും, മുന്നോട്ട് നമ്മൾ പോവണം എന്ന് ചിന്തിച്ച് ഉയരങ്ങളിലേക്ക് വേണം നമ്മൾ നോക്കാൻ. ഒരിക്കലും നമ്മളുടെ താഴേക്ക് നമ്മൾ നോക്കിയിരുന്ന് വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു അർത്ഥവുമില്ല അല്ലേ. അപ്പോൾ എന്താണ്? പൂക്കളെപ്പോലെ നമ്മൾ ഉയരങ്ങളിലേക്ക് നോക്കി ഉയരങ്ങൾ കീഴടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. ഈ ഒരു മനോഹരമായ പോം എഴുതിയിട്ടുള്ളത് ഖലീൽ ജിബ്രാൻ ആണ്. അദ്ദേഹം 1883 ജനിച്ച് 1931 മരണപ്പെടുന്നത്. അദ്ദേഹം ഒരു ലെബനീസ് ആർട്ടിസ്റ്റാണ്, പോയറ്റാണ്, അതേപോലെ റൈറ്ററുമാണ്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ദ പ്രോഫറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഒരു കൃതി 50-ലധികം ഫോറിൻ ലാംഗ്വേജസിലേക്ക്, അതായത് വിദേശ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്.
അതുമാത്രമല്ല വില്യം ഷേക്സ്പിയറിനും അതേപോലെ ചൈനീസ് കവിയായിട്ടുള്ള ലാവോസിക്കും ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ രചനകൾ വിൽക്കപ്പെടുന്ന എഴുത്തുകാരൻ എന്നുള്ള 3ാമത്തെ സ്ഥാനം ദ പ്രോഫറ്റ് എന്ന് പറയുന്ന കൃതി ഖലീൽ ജിബ്രാന് നേടിക്കൊടുത്തിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.